ഹലോ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്താണെന്നറിയോ, ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് വിചാരിക്കുന്നുണ്ടാവും ഇവളെന്തീ പറയണേ, ഇവൾക്ക് വട്ടണം, ഇവൾക്ക് ഒരു വലിയ ആൾ വന്നിക്കണേന്ന്. പക്ഷെ അല്ല. ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളോട്. ഈ അടുത്ത് എൻ്റെ അടുത്തൊരു കുട്ടിയെന്ന് പറഞ്ഞൊരു കാര്യം കേട്ടോ. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മാർക്ക് കുറവുള്ളതുകൊണ്ട് എവിടെയും സ്കൂളിൽ കിട്ടാത്തതുകൊണ്ട് പ്രൈവറ്റ് സ്കൂളിൽ അത്ര ചേർന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് സ്കൂളിൽ ചേർന്നുകൊണ്ട് കൂടുതലുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് സ്കൂളിൽ നല്ല മാർക്ക് കിട്ടിയിട്ട് അങ്ങനെ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയി കഴിഞ്ഞപ്പോൾ അവളെ വീട്ടിലെല്ലാവരും, നാട്ടിലൊക്കെ ഉള്ള അറിയുന്ന ആൾക്കാരുണ്ടാവില്ല, നമ്മളെ തൊട്ടടുത്തൊക്കെ അപ്പുറത്തൊക്കെ വീട്ടിൽ കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ പഠിക്കുന്നുണ്ടല്ലോ ഗവൺമെൻറ് സ്കൂളിൽ. അപ്പോൾ നമ്മൾ മാത്രം പ്രൈവറ്റ് സ്കൂളിലാകുമ്പോൾ ഒരു അവഗണന ഉണ്ടല്ലോ. ഓള് മറ്റേ സ്കൂളിലാണ്, ഉച്ചവരെ ഉള്ളൂ, അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഒന്നും ഇല്ല ഗവൺമെൻറ് സ്കൂൾ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് സിസ്റ്റം ഉണ്ടല്ലോ. അങ്ങനെ പുച്ഛിച്ചു. അങ്ങനെ പ്രൈവറ്റ് സ്കൂളിലാണെന്ന് പറഞ്ഞു, ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു, എല്ലാവരും പുച്ഛിച്ചു. ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കുട്ടികളൊക്കെ എവിടെയെങ്കിലും എത്തുന്നു, ഈ കുട്ടി എവിടെ എത്തൂല എന്ന് പറഞ്ഞ് എല്ലാവരും അവർ നാട്ടിലും വീട്ടിലും എല്ലാവരും പറഞ്ഞു. പക്ഷേ ആ കുട്ടി പറഞ്ഞത് അവർ തളർന്നിട്ടില്ല. കാരണം ആ കുട്ടിക്ക് ആ കുട്ടിയിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രൈവറ്റ് കോളേജ് ആണെങ്കിലും ഗവൺമെൻറ് സ്കൂളാണ് എവിടെയാണെന്നുണ്ടെങ്കിലും എനിക്കൊരു കാര്യമുണ്ട്, അത് ഞാൻ നിറവേറ്റിയിരിക്കുന്നു. അതേപോലെ തന്നെ ആ കുട്ടിൻ്റെ എല്ലാവരും മോശമായിട്ടും പുറന്തള്ളി പറഞ്ഞു, കാരണം പുറത്തു പോയി പഠിക്കുമ്പോൾ അങ്ങനെയാവും ഇങ്ങനെയാവും, അങ്ങനെ ആഗ്രഹം വെറുതെയാണ്, ഒന്നും ആവില്ല എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും ആ കുട്ടി പഠിച്ചു. ആ കുട്ടി ഇന്നൊരു ലോയറായി. അതിനുശേഷം ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും ഉണ്ടായില്ല, ഒന്നും പറയാനുമില്ല. ഓരൊക്കെ ഇങ്ങനെ ഒരു പുഞ്ചിരി മാത്രം ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കുറേ A+ കുറേ മാർക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ആവുള്ളൂ എന്നുള്ള ഒരു ധാരണ എല്ലാ കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ കുറേ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ തളർന്നിങ്ങനെ അയ്യോ എനിക്കൊന്നുമില്ല, ഓൾക്കന്നെ ഉള്ളൂ എന്നൊക്കെ അവർ ചിന്തിക്കുമല്ലോ. അതും വെറുതെയാണ്. അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഒരു A+ ഇല്ലെങ്കിലും എന്തെങ്കിലും നമുക്കൊരു ആത്മവിശ്വാസം നമ്മളിലുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കത് ആവണം എന്നൊരു വാശി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലാതെ 10ാം ക്ലാസ്സിലും +2 ഒരു മാർക്ക് കൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങൾ ഒരിക്കലും വിലയിരുത്തരുത്. എനിക്ക് പറയാനുള്ളത് അതാണ് നിങ്ങളോടൊക്കെ. അങ്ങനെയുള്ളവരോടാണ് പറയാനുള്ളത് കേട്ടോ. ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ പലതും പറയും, പക്ഷെ എനിക്കത് പ്രശ്നമല്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ശരി തന്നെയല്ലേ?